ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യൻ ചോദിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്, ദൈവം നല്ലവനും സർവശക്തനുമാണെങ്കിൽ എന്തുകൊണ്ടാണ് തിന്മ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത്. യുദ്ധങ്ങൾ, അക്രമം, അഴിമതി, അനീതി, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ലഹരിക്കടിമപ്പെടൽ, വഞ്ചന, സഭയ്ക്കുള്ളിലെ തന്നെ അപവാദങ്ങൾ എന്നിവ കാണുമ്പോൾ നാം അത്ഭുതപ്പെടാറുണ്ട്. കർത്താവെ, എന്തുകൊണ്ടാണ് അവിടുന്ന് തിന്മയെ ഉടനടി നീക്കം ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. ഗോതമ്പും കളകളും കടുകുമണി, പുളിമാവ് എന്നീ 3 ലളിതമായ ഉപമകളിലൂടെ തിന്മ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, തിന്മയുടെ നടുവിലും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും യേശു വെളിപ്പെടുത്തുന്നു. ഇവ കേവലം ഗുണപാഠങ്ങളല്ല, അവ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ചരിത്രത്തെയും സഭയെയും നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെയും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നമ്മെ ക്ഷണിക്കുന്നതുമാണ്. ഒന്നാമതായി യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഈ ഉപമ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വയൽ ലോകമാണ്, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. ഇവിടെ നാം ഓർക്കേണ്ട ആദ്യത്തെ സത്യം ലോകം ദൈവത്തിൻ്റെതാണ് എന്നതാണ്. തിന്മ ദൈവത്തെ അതിശയിപ്പിച്ചിട്ടില്ല. ശത്രു കളകൾ വിതച്ചേക്കാം, എന്നാൽ വയലിൻ്റെ ഉടമ അവനല്ല. വയൽ കർത്താവിനുള്ളതാണ്. സങ്കീർത്തനം 24 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭൂമിയും അതിലുള്ള സമസ്തവും കർത്താവിൻ്റെതാണ്. തിന്മ തഴച്ചു വളരുന്നതായി തോന്നുമ്പോൾ ചിലപ്പോൾ നാം നിരാശരാകും. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ പരമാധികാരം അടിയറവ് പറഞ്ഞിട്ടില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പു നൽകുന്നു. പിശാച് സജീവമാണ്, എന്നാൽ അവനൊരിക്കലും ദൈവത്തിന് തുല്യനല്ല. അവന് കളകൾ വിതയ്ക്കാൻ കഴിയും, എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന കൊയ്ത്ത് തടയാൻ അവന് കഴിയില്ല. ഇത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ലോകം എത്ര അന്ധകാരമായി തോന്നിയാലും ക്രിസ്തു ചരിത്രത്തിൻ്റെ നാഥനായി തുടരുന്നു. രണ്ടാമതായി, ശത്രു രഹസ്യമായി പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം അറിയണം. യേശു പറയുന്നു, ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. സഭാപിതാക്കന്മാർ ഈ വാക്കുകളിൽ വലിയ ആത്മീയ അർത്ഥം ദർശിച്ചു. ആത്മീയ ജാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് ശത്രു കടന്നു വരുന്നതെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. പ്രാർത്ഥന ദുർബലമാകുമ്പോൾ, ദൈവവചനം നാം അവഗണിക്കുമ്പോൾ, നമ്മുടെ മനസാക്ഷി മരവിക്കുമ്പോൾ ഒക്കെ പിശാച് നിശബ്ദമായി കടന്നു വരുന്നു. ശത്രു കല്ലുകളോ മുള്ളുകളോ അല്ല വിതയ്ക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഗോതമ്പ് പോലെ തന്നെ തോന്നിക്കുന്ന ഒന്നാണ് അവൻ വിതയ്ക്കുന്നത്. പ്രലോഭനങ്ങളെ എത്ര മനോഹരമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. പിശാച് ഒരിക്കലും തിന്മയെ തിന്മയായി അവതരിപ്പിക്കാറില്ല. ആകർഷകവും സ്വീകാര്യവുമായ ഒന്നായേ അവതരിപ്പിക്കാറുള്ളൂ. അഹങ്കാരത്തെ അവൻ ആത്മവിശ്വാസമായി മാറ്റുന്നു. അത്യാഗ്രഹത്തെ അവൻ ലക്ഷ്യബോധമായി മാറ്റുന്നു. കാമത്തെ അവൻ സ്നേഹമായി മാറ്റുന്നു. പ്രതികാരത്തെ അവൻ നീതിയായി മാറ്റുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ എന്ന്. അതുകൊണ്ടാണ് യേശു നമ്മോട് പറയുന്നത്, അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. ദൈവത്തിൻ്റേത് എന്താണെന്ന് കാലം മാത്രമേ യഥാർത്ഥമായി വെളിപ്പെടുത്തുകയുള്ളൂ. തുടർന്ന് വേലക്കാർ യജമാനനോട് ചോദിക്കുന്നു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? ഇത് തന്നെയാണ് നാമും ദൈവത്തോട് ചോദിക്കുന്നത്. കർത്താവെ, എല്ലാ തിന്മകളും നീക്കിക്കളയണമേ. പാപികളെ ഉടൻ ശിക്ഷിക്കണമേ. അനീതിയെ ഇപ്പോൾ തന്നെ നശിപ്പിക്കണമേ. എന്നാൽ യജമാനൻ മറുപടി പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ആശ്ചര്യകരമായ വെളിപ്പെടുത്തലുകളിൽ ഒന്നാണിത്. ദൈവം ക്ഷമാശീലനാണ്. അവിടുന്ന് തിന്മയോട് നിസ്സംഗനായതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് പാപികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നു, മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവത്തിൻ്റെ ക്ഷമ ദൗർബല്യമല്ല, അത് കരുണയാണ്. അഗസ്റ്റിൻ പുണ്യാളനെ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് മുമ്പ് ദൈവം വിധിച്ചിരുന്നുവെങ്കിൽ സഭയ്ക്ക് അവളുടെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളെ ലഭിക്കില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിശുദ്ധ പൗലോസിനെ ദൈവം വിധിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ മിഷണറി
ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഇന്നലെയുടെ കളകൾ അനുതാപത്തിലൂടെ നാളെയുടെ നല്ല ഗോതമ്പായി മാറും. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വളരെ മനോഹരമായി പറയുന്നു, ഇന്ന് കളകളായി കാണപ്പെടുന്ന പലരും നാളെ ഗോതമ്പായി മാറിയേക്കാം. കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്കായി പ്രാർത്ഥിച്ചതുകൊണ്ട് എത്രയോ ആളുകൾ മാറിയിരിക്കുന്നു. ഇനി യഥാർത്ഥ വയൽ നമ്മുടെ സ്വന്തം ഹൃദയമാണ്. യേശു ലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല സഭാപിതാക്കന്മാരും, പ്രത്യേകിച്ച് ഒരിജിൻ, വയലിനെ കാണുന്നത് മനുഷ്യ ഹൃദയമായിട്ടാണ്. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും ഗോതമ്പും കളകളും ഒരുമിച്ച് വളരുന്നു. വിശ്വാസം വളരുന്നു, എന്നാൽ സംശയവും വളരുന്നു. സ്നേഹം വളരുന്നു, സ്വാർത്ഥതയും വളരുന്നു. ക്ഷമ വളരുന്നു, എന്നാൽ നീരസവും വളരാൻ ശ്രമിക്കുന്നു. ഔദാര്യം വളരുന്നു, എന്നാൽ അത്യാഗ്രഹവും വളരുന്നു. നമുക്കുള്ളിലെ കളകളെ അവഗണിച്ച് മറ്റെല്ലാവരിലുമുള്ള കളകളെ തിരിച്ചറിയാൻ നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയ അബദ്ധം. ഇന്ന് സ്വയം ചോദിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ വളരുന്ന കളകൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ അസൂയ, കോപം, പരദൂഷണം, അഹങ്കാരം, പ്രാർത്ഥനയോടുള്ള വിരക്തി ഒക്കെ ആയിരിക്കാം. വിശുദ്ധിയുടെ ഗോതമ്പ് തഴച്ചു വളരുന്നതിനായി സ്വർഗീയ കർഷകൻ ക്ഷമാപൂർവം ഈ കളകളെ നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ ചികിത്സയാണ് കുമ്പസാരം എന്ന കൂദാശ. തുടർന്ന് യേശു കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമയിലൂടെ ദൈവരാജ്യം നിശബ്ദമായി വളരുന്നത് പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയ കടുകുമണി വലിയ മരമായി മാറുന്നു. ദൈവരാജ്യം വളരെ അപൂർവമായി മാത്രമേ അത്ഭുതകരമായ സംഭവങ്ങളോടെ ആരംഭിക്കുന്നുള്ളൂ. ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് അത് ആരംഭിച്ചത്. സാധാരണക്കാരായ 12 അപ്പോസ്തലന്മാരിലൂടെ അത് വളർന്നു. ഒരു പരാജയമായി തോന്നിയ കുരിശിലൂടെയാണ് അത് സ്ഥാപിതമായത്. എങ്കിലും ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്നു. അതെ, ദൈവരാജ്യം നിശബ്ദമായി വളരുന്നു. മാവിൽ ഒളിച്ചു വച്ചിരിക്കുന്ന പുളിമാവിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം. പുളിമാവ് പ്രവർത്തിക്കുന്നത് ആരും കാണുന്നില്ല, എങ്കിലും അതെല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തുന്നു. ദൈവകൃപ പ്രവർത്തിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. മാമോദീസായിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും കാണുന്നില്ല. കുമ്പസാരത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത് ആരും കാണുന്നില്ല. വിശുദ്ധ കുർബാന സ്വീകരണ വേളയിൽ നടക്കുന്ന രൂപാന്തരവും ആരും കാണുന്നില്ല. എങ്കിലും ദൈവകൃപ ആത്മാവിനെ നിശബ്ദമായി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഗോതമ്പ് ആത്യന്തികമായി വിശുദ്ധ കുർബാനയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗോതമ്പ് ശേഖരിക്കപ്പെടുന്നു, അത് പൊടിക്കപ്പെടുന്നു, അത് ഒരൊറ്റ അപ്പമായി മാറുന്നു. ആ അപ്പം ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയും ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. അതുപോലെ അനേകരായ നാം ഒരൊറ്റ ശരീരമായി ഒന്നിച്ചു കൂട്ടപ്പെടുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു, അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. നാം വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ കേവലം ക്രിസ്തുവിനെ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മെ അവിടുത്തെ പോലെയാക്കാൻ നാം ക്രിസ്തുവിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഗോതമ്പപ്പമായി മാറാൻ മരിക്കേണ്ടതുപോലെ ക്രിസ്തു നമ്മിൽ ജീവിക്കേണ്ടതിന് നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും പാപവും മരിക്കണം. ഒരു നാൾ സ്വർഗീയ പത്തായത്തിലേക്ക് ശേഖരിക്കപ്പെടേണ്ട നല്ല ഗോതമ്പായി നമ്മെ മാറ്റുന്നതിനുള്ള ദൈവത്തിൻ്റെ വഴിയാണ് ഓരോ വിശുദ്ധ കുർബാനയും. അവസാനമായി യേശു കൊയ്ത്തിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചരിത്രം ഒരു അന്തിമ വിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ ഒരു നാൾ അവിടുത്തെ നീതിക്ക് വഴിമാറും. യേശു പറയുന്നു, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അവിടുന്ന് എന്താണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. കേവലം അതിജീവനം മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മാത്രമല്ല, മറിച്ച് മഹത്വമാണ്. ക്രിസ്തുവിൻ്റെ അതേ തേജസ്സിലുള്ള പങ്കാളിത്തം. ഇത് ദാനിയേൽ പ്രവാചകന്റെ ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും എന്ന പ്രവചനം നിറവേറ്റുകയാണ്. വിശ്വസ്തനായ ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യസ്ഥാനം അന്ധകാരമല്ല, മറിച്ച് ദൈവീക മഹത്വമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം കളകളെ അനുവദിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അവസാനിപ്പിക്കാനും
ഞാൻ നല്ല ഗോതമ്പായി മാറുന്നുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മോട് ക്ഷമയുള്ളവനാണ്. നമ്മുടെ മാനസാന്തരത്തിനായി അവിടുന്ന് കാത്തിരിക്കുന്നു. തൻ്റെ വചനത്താലും തിരുശരീര രക്തങ്ങളാലും അവിടുന്ന് നമ്മെ പോഷിപ്പിക്കുന്നു. കളകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും അവിടുന്ന് തൻ്റെ വയൽ ഉപേക്ഷിക്കുന്നില്ല. നാം ഈ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഓരോ കളകളും, നമ്മുടെ അഹങ്കാരം, കോപം, ഭയങ്ങൾ, നമ്മുടെ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഒക്കെ നമുക്ക് അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം. ദിവ്യ കർഷകൻ തൻ്റെ കൃപയാൽ നമ്മുടെ ആത്മാക്കളെ പാകപ്പെടുത്തട്ടെ. അപ്പോൾ വിശുദ്ധ കുർബാനയാൽ പോഷിപ്പിക്കപ്പെട്ട് നമുക്ക് വിശ്വസ്തരായ ഗോതമ്പ് മണികളായി വളരാം. ദൈവരാജ്യത്തിനായി സമർത്ഥമായ ഫലം പുറപ്പെടുവിക്കാം. കൂടാതെ കൊയ്ത്തുകാലം വരുമ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അവിടുത്തെ നിത്യരാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന യജമാനന്റെ സന്തോഷകരമായ സ്വരം നമുക്ക് ശ്രവിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.